ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. ഞാൻ ആ പ്രതീക്ഷ ഒരിക്കലും നശിപ്പിക്കത്തില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തോന്നൽ വന്നിട്ടുണ്ടാവും, അതെങ്ങനെയാണ് 24 മണിക്കൂറിനുള്ളിൽ ബയോളജി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അത് നടക്കുന്ന കാര്യമല്ല എന്ന് വിചാരിക്കുന്നവരോട് നിങ്ങൾ ഈ വീഡിയോ കാണുക. നടക്കുമെന്ന് വിചാരിക്കുന്നവരും കാണുക. ഓക്കെ, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലതും നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ വിചാരിക്കും, ഓക്കെ ഇനി അത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ സാധിക്കത്തില്ല എന്നുള്ളൊരു സംഭവം അതിൽ നിന്ന് മാറി സാധിക്കും എന്നുള്ള നമ്മളൊരു പൊസിഷനിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കണം. അല്ലാതെ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ സാധിക്കത്തില്ല, ഒരിക്കലും സാധിക്കാൻ പോകുന്നുമില്ല. അതുപോലെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുവാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ കരകയറാം, എങ്ങനെ എനിക്ക് മാർക്ക് നേടാം. കാരണം മാർക്ക് നേടുന്നതായിരിക്കും നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. ഈ ഒരു നീറ്റ് എക്സാം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടുക എന്നുള്ളതാണല്ലോ. ഓക്കെ, ഞാനിവിടെ ഇത് പറയാൻ കാര്യം, ലാസ്റ്റ് ടൈം ഞാൻ എടുത്തൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ആ ക്രാഷ് കോഴ്സിനെ അതിനെപ്പറ്റി പറയാൻ തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് നമ്മുടെ ഒരു നീറ്റ് എക്സാം എഴുതുന്ന ഒരു സമയത്ത് നമുക്കുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം എക്സാം എഴുതുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ളവരാണ്. ഓക്കെ, അതിൽ കുറേ പേർക്ക് ഫിസിക്സ് നന്നായിട്ട് അറിയാമെന്നുള്ളവരുണ്ടാകും, ചിലവർക്ക് കെമിസ്ട്രി നന്നായിട്ട് അറിയാമെന്നുള്ളവരുണ്ടാകും, ചിലവർ ബയോളജി നന്നായിട്ട് അറിയാമെന്നുള്ളവരുണ്ടാകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബയോളജി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ സ്കോറിങ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ഫുൾ നിങ്ങളുടെ ബയോളജിയുടെ ബേസിസിലാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്കിൽ നിന്ന് നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരു നല്ലൊരു റാങ്കിലോട്ട് ഡിസൈഡ് ചെയ്യുന്നത്, അത് കോമ്പറ്റിറ്റീവ് റാങ്കിലോട്ട് എത്തുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഫിസിക്സ് ശരിയാക്കുമ്പോഴായിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, ഫസ്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ബയോളജിയുടെ കൺസെപ്റ്റും ബേസിക്സും ഒക്കെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എക്സാമിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരിക്കലും കൺസെപ്റ്റിൻ്റെ പുറകെ പോകുവാണെങ്കിൽ അതിൽ നിന്ന് മാർക്ക് നേടാൻ പറ്റുമെന്ന് എനിക്ക് പ്രാക്ടിക്കലി എനിക്കത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയുമല്ല. അവസാനത്തെ നിമിഷത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സ്മാർട്ട് വർക്കാണ് പ്രൊമോട്ട് ചെയ്യാറ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞ് അതൊരു ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്കിൽ നിന്ന് നിങ്ങൾ മാർക്ക് മേടിക്കുന്നതിനേക്കാൾ ഒരു പടി ഉയരെ എത്താൻ നിങ്ങൾ സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നും നമ്മൾ അവസാനത്തെ ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾക്ക് സാധിക്കില്ല എന്നറിയുമ്പോഴും അതും അറിഞ്ഞുകൊണ്ട് ഓൾട്ടർനേറ്റീവ് വഴിയിലൂടെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്തൊരു കാര്യമാണെങ്കിലും, എക്സാം ആണെങ്കിലും ലൈഫിൽ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ നോക്കേണ്ട നേരായ മാർഗത്തിൽ വേണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അപ്പോൾ ഞാൻ ഈ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനത് വിശദമായിട്ട് എന്താണെന്ന് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ആയിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ അതിനെപ്പറ്റി വരുന്നത് കാരണം ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇതുവരെ ഞാനായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ ക്രാഷ് കോഴ്സ് ഇങ്ങനെയാണ്, ഇതിനകത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ അതിവിടെ കാണിച്ചു തരാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു എന്താ പറയുക, പ്രൊമോഷൻ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും, ഇപ്പം ഞാൻ എക്സാം എഴുതാൻ പോകുന്ന ആളല്ലല്ലോ, നിങ്ങളുടെ ചുറ്റും പലതരത്തിലെ ആൾക്കാരുള്ളത്, ഈ ആൾക്കാരുടെ ബയോളജിയുടെ കാര്യമാണ് ഞാനിപ്പോൾ എടുത്ത് പറയാൻ പോകുന്നത്. ചില ആൾക്കാരെന്ന് പറയുന്നത് ബയോളജി NCERT അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്നവരായിരിക്കാം. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവരൊന്നും സാധാരണക്കാരല്ല, എല്ലാവരും നല്ല പഠിക്കാൻ കഴിവുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും വളരെ കഴിവുള്ള കുട്ടികളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. കാരണം അതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. അവർക്കല്ലെങ്കിൽ
നീ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രോപ്പർ ഗൈഡ് ഇല്ലാത്തത് കാരണമാണ് വളരെ കഴിവുള്ള കുട്ടികൾക്കും റാങ്ക് കിട്ടാതെ അവർ പിന്നിലോട്ടായി പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു തരത്തിലുള്ള കുട്ടികളാണ് NCERT അത്യാവശ്യം നന്നായിട്ടറിയാം, അതിലുള്ള പോയിൻറ്റ്സുകളും എന്തൊക്കെ എവിടെ കിടക്കുന്നു എന്നുള്ളതറിയാം. എല്ലാ ടെസ്റ്റൊക്കെ വരുമ്പോൾ ബയോളജിയിൽ ഓൾമോസ്റ്റ് 250+ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ അങ്ങോട്ട് കയറുന്നില്ല. എന്നാൽ ബയോളജി അത്യാവശ്യം അറിയാം എന്ന് വെച്ചാൽ ഓക്കെ സ്ട്രോങ് സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അങ്ങനെ തന്നെ പറയാം. അങ്ങനെയുള്ളവരാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ. മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ കൂടുതൽ ആൾക്കാരും നമ്മുടെ ഇപ്പോൾ +2 എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നവരായിരിക്കും. കാരണം അവർക്ക് അറിയാം, പക്ഷേ വളരെ പരിചയമായിട്ടൊരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള അറിവ് കുറവായിട്ടുള്ളവരായിരിക്കും കൂടുതൽ ആൾക്കാർ. എല്ലാവരും പറയുന്നില്ല +2 കഴിഞ്ഞ് ഇറങ്ങും, കാരണം +1 +2ൻ്റെ കൂടെ തന്നെ കോച്ചിങ് എടുക്കുന്ന കുട്ടികൾ ഇന്ന് ധാരാളം ഉണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ഈ ക്രാഷ് കോഴ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സുകളുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ബയോളജിയിൽ ഓരോ ചാപ്റ്റേഴ്സുകളും ഞാൻ 45 മിനിറ്റ്സ് കൊണ്ടാണ് ഓരോ ചാപ്റ്റേഴ്സും തീർക്കുന്നത്, എക്സെപ്റ്റ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. കാരണം അത് നമുക്ക് കുറച്ചുകൂടെ എൻ്റെ സമയത്തിൽ നിൽക്കുന്നില്ല, അത് കാരണം അത് മാത്രം കുറച്ച് കൂടുതലുണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. ബാക്കിയെല്ലാം 45 മിനിറ്റിലാണ് നമ്മൾ ചാപ്റ്റേഴ്സ് തീർക്കുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ തീർക്കുന്നു എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓരോ ചാപ്റ്ററും 45 മിനിറ്റ്സ്, ഇപ്പം നമ്മുടെ ലിവിങ് വേൾഡൊന്നും 45 മിനിറ്റ്സ് ഇല്ല കേട്ടോ. അപ്പം ഞാനത് അല്ലാതെ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാർക്കും വേണം, റാങ്കും വേണം. ഞാനിങ്ങനെ നോക്കണ്ട, ഞാൻ നമ്മുടെ ആപ്പ് കാണിച്ചു തരാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് മാർക്കും വേണം, റാങ്കും വേണം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടണം. ഇതല്ലേ നിങ്ങളുടെ അൾട്ടിമേറ്റ് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം? എല്ലാവർക്കും ഫിസിക്സും കെമിസ്ട്രിയും ആയിരിക്കും ഏറ്റവും കൂടുതൽ പാടുള്ളത്. ഈ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനായിട്ട് ടൈം വേണം. അപ്പോൾ ടൈം വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ബയോളജി അത്യാവശ്യം അറിയാം, ബയോളജീനെ അങ്ങോട്ട് പിന്തള്ളും. പക്ഷേ എക്സാം ഹാളിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ അയ്യോ പ്രശ്നം പറ്റിപ്പോയല്ലോ. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും, ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആകും. അതാണ് നിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾക്കും പറ്റുന്നത്. ഞാനിവിടെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സിൽ വരുമ്പോഴത്തേനും നമ്മൾ ഓരോ ചാപ്റ്ററിലെയും NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസുകൾ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് അത് മാത്രം പഠിക്കാനേ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനൊരു സംഭവം ഫോളോ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം NCERT അരച്ച് കലക്കി കുടിച്ച ആൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത്യാവശ്യം ആൾക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കാണുമ്പോഴത്തേനും അവർ ഭയങ്കര പരിചയമാവും. ആ NCERT എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുമ്പോൾ, ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ദിവസത്തിൽ ഒരാൾ എത്ര തവണ റിവിഷൻ ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. എന്നാൽ ഈ പറയുന്ന 250 നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ ഞാൻ എല്ലാവരുടെ ജോയിൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ, നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടും എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തുമില്ല, ഇനി പറയാനും പോകുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ, നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. കാരണം ബാക്കി എൻ്റെ കയ്യിലാണല്ലോ. അങ്ങനെ ജോയിൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇതിലെന്നല്ല, എന്ത് കാര്യത്തിൽ ഏത് ക്രാഷ് കോഴ്സ് ആണെങ്കിലും, എൻ്റെ എന്നല്ല ആരുടെ ക്രാഷ് കോഴ്സ് ആണെങ്കിലും ജോയിൻ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഈ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, അങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് തന്നെ ഇല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതൊരു പ്രകൃതി നിയമം പോലെയാണ്. അല്ലാതെ നമുക്കൊരു ജോയിൻ ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മളിരുന്ന് പഠിക്കുന്നു, ഓക്കെ ആ പഠിക്കുന്നതിന് ഇനിഫായിട്ടുള്ളൊരു വർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല മാർക്ക്. അതങ്ങനെയാണ്, അതൊരു പ്രകൃതി നിയമം പോലെയാണ്. അപ്പോൾ അത് പയറ്റി അത്യാവശ്യം അടവുകൾ അറിഞ്ഞ് വന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വർക്കില്ലാതെ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയത്തില്ല എന്ന അത്രയും നല്ല അനുഭവമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളൊരു എഫേർട്ട് ഇട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട്, ഇപ്പം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, നിങ്ങൾ നീറ്റിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ടായി പോവുകയാണ്. ശരി, നമ്മുടെ ആപ്പിലോട്ട് പോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്മുടെ ആപ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങൾക്ക് യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നിങ്ങളുടെ ആപ്പ് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ മുമ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ടൈം സൈനപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് പുതിയൊരു പേജായിരിക്കും വരുന്നത്. ഇതിനകത്ത് കാണിച്ചു തരാം.
ഓക്കെ ഓക്കെ, തിരിയുന്നില്ലല്ലോ, തിരിയത്തില്ല. ഓക്കെ, തിരിയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത്. അപ്പോൾ പേജ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ ഈ പേജിൽ നമ്മൾ ശരിക്കും കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് വളരെ ഒരുപാട് കോഴ്സുകളൊന്നുമില്ല. കാരണം ഒരുപാട് കോഴ്സുകൾ ഇല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കാൻ ടൈം കുറവായത് കാരണമാണ്. ഒരുപാട് പേര് ക്ലാസ് എടുക്കാമോ എന്ന് ചോദിക്കുന്നവരടുത്തും എനിക്ക് ടൈം കുറവായത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത്. അല്ലാതെ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് മനസ്സിലാവുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ നീറ്റ് ക്രാഷ് കോഴ്സാണ്. നമ്മൾ ലാസ്റ്റ് ടൈം എടുത്ത സെയിം ക്രാഷ് കോഴ്സാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ കൊണ്ടുവന്ന ക്രാഷ് കോഴ്സാണ്. നമ്മൾ ഏകദേശം നമുക്ക് അന്ന് ഏകദേശം ഒരു 200ഓളം കുട്ടികളിൽ മേലെ നമുക്ക് അന്ന് കുട്ടികളുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത് നമ്മുടെ എക്സാമിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മന്തും ഇല്ല, അങ്ങനെ ഒരു ടൈമിലാണ് ഞാൻ ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത്. അപ്പം അത്രയും പേർക്ക് അത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ആ കുട്ടികൾക്ക് ജോയിൻ ചെയ്തവരൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെയാണ് ജോയിൻ ചെയ്തത്. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞായിരുന്നു, മിസ്സേ എനിക്ക് ക്വാളിഫൈങ് മാർക്കാണ് വേണ്ടത്, കാരണം അത്രയും ബയോളജി അറിയില്ല. അപ്പോൾ ക്വാളിഫൈങ് മാർക്കാണ് വേണ്ടത്, ആൾക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ എക്സാമിന് 1 വീക്ക് കിടക്കുന്ന ഒരു ടൈമിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സാലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ അത് ജോയിൻ ചെയ്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മിക്കവാറും ജോയിൻ ചെയ്ത് നിങ്ങൾക്കത് നിങ്ങൾ ആത്മാർത്ഥതയോടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 320+ എങ്ങനെ വന്നാലും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് 320 സംതിങ് ആയിരുന്നു ആ കുട്ടിയുടെ മാർക്ക്. ആ കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അതൊന്നും പറയാനില്ല. ഓക്കെ, അതൊക്കെ എൻ്റെ ഒരു നല്ല ഓർമ്മകളിൽ ഒന്നാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഓക്കെ, നമുക്കതിലും വിടാം. നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ നീറ്റ് ക്രാഷ് കോഴ്സ് ബയോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന 749 റുപ്പീസാണ്. എന്തുകൊണ്ട് 749 റുപ്പീസ് എന്നുള്ളത് കാര്യം എനിക്കത് ഞാൻ പറയണോ വേണ്ടതെന്ന് തന്നെ ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനെല്ലാം ഓപ്പണായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്ന ആളാണ്. എനിക്ക് അത് പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇപ്പം ഈ എന്തുകൊണ്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. ഞാനും ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയൊരു കോഴ്സാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. എൻ്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് തന്ന ആളുടെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാട് വെച്ചിട്ട് ഞാൻ കൊടുത്ത വില എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുറത്ത് ഒരു ക്രാഷ് കോഴ്സ് വിൽക്കുന്ന ഒരു വില പോലുമല്ല. നിങ്ങളുടെ ഏകദേശം നിങ്ങളൊരു ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ വില തന്നെ വരത്തുള്ളൂ ഈ ഒരു വില എന്ന് പറയാം. അപ്പം എനിക്ക് ശരിക്കും വിഷമം തോന്നാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും വലിയ വിലയോ ഇത്രയും എമൗണ്ട് എനിക്ക് തരണമെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ക്രാഷ് കോഴ്സിന് ആകെ 749 രൂപ. കുറവെന്നല്ല ഞാൻ പറയുന്നത്, അത് 741 എന്ന് പറയുന്നത് പൈസ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാനും അതുപോലെ എഫേർട്ട് ഇട്ട ഒരാളല്ലേ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ആളും അത്ര എഫേർട്ട് ഇട്ടൊരു ഇതല്ലേ. നമ്മൾ ഒരുപാട് ഉറക്കം എഴുന്നേറ്റിരുന്ന് ചെയ്ത വർക്കാണിത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു എമൗണ്ട് ആയിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ ആ 749 എന്നുള്ളൊരു സംഭവം ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മൾ MCQs ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം നമ്മൾ MCQs ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നീറ്റ് ക്രാഷ് കോഴ്സ് ഈ 749 നമ്മൾ കൊടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് +1 സെപ്പറേറ്റ് ആയിട്ട് വേണം, +2 സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നീറ്റ് ക്രാഷ് കോഴ്സ് ബയോളജി ഇത് എടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരും. ഇതിനകത്ത് നമ്മൾ +1 +2 ഇട്ടിട്ടുണ്ട്. ബയോളജി ക്രാഷ് കോഴ്സ് +1 +2. ഇതിൽ നിങ്ങൾക്ക് +1 +2 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ആണ് കാണിച്ചു തരുന്നതെല്ലാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പം നിങ്ങൾക്ക് +1 മേടിക്കാനുള്ളവർക്ക് മാത്രമാണ് ഈ 499. അല്ലാതെ 749 മേടിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് മേടിക്കാം. 749 തന്നെ നിങ്ങൾക്ക് പേ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബയോളജി ക്രാഷ് കോഴ്സ് 749. ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് ബൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട് 749 എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് എടുക്കാം. ബൈ ടു കാർഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റിലോട്ട് പോയി നിങ്ങൾക്ക് ബാക്കി ചെയ്യാം. ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കാണണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ നമ്മുടെ ലിവിങ് വേൾഡിൻ്റെ സംഭവം കാണിച്ചു തരാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം ലിവിങ് വേൾഡ് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 18 മിനിറ്റാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതേ പോയിരിക്കുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം ആണല്ലോ. ഇനി ഇതിനകത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്തപ്പോൾ കുറേ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്പീഡ് കൂട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി കേൾക്കണം.
അങ്ങനെയുള്ളവർക്ക് ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഒരുപാട് വേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇത് മറ്റേ ഏതാണ്ട് ഒരു സാധനം വിൽക്കാൻ വന്നിരിക്കുന്ന വല്ലതുണ്ടല്ലേ, ഞാൻ പറയണ കേൾക്കുമ്പോഴത്തേനും എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് MCQs ആണ്. ഓരോ ചാപ്റ്ററിന് കഴിഞ്ഞ തവണ നമ്മൾ MCQs ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ നമ്മൾ MCQs ടോട്ടൽ ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ടെസ്റ്റ് MCQs നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്രാഷ് കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡെയിലി ഹണ്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ദിവസം നമ്മൾ 5 MCQs നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ആ 5 ഫ്രീ MCQs ആണ്. നിങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നമുക്കുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ റാങ്കുകളും കാര്യങ്ങളൊക്കെ നോക്കുക, അതെടുത്ത് പഠിക്കുക. നമ്മൾ അവസാന നിമിഷം വരെ കൊണ്ടെത്തിക്കുന്നവനാണ് എപ്പോഴും റാങ്കിലോട്ട് കയറുന്നത്. അവസാന നിമിഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും പുറകിലോട്ട് പോകുന്നത്. കാരണം ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച് ഉറപ്പിച്ച് പുറകിലോട്ട് പോകുന്നവർ. അവരടുത്തും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നിർത്തിപ്പോയിക്കോ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ ഫെറ്റീഗായി നിങ്ങൾക്ക് പറ്റൂല എന്നുള്ളതാണെങ്കിൽ നിർത്തിപ്പോയിക്കൊള്ളുക. ഇല്ല, എനിക്ക് നേടിയെടുക്കണം, ഇനിയും ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കരുത്. നിങ്ങൾക്കുള്ളതാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. തോറ്റ് പിന്മാറാത്തവർക്ക് ഉള്ളവർക്കാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഇതുപോലെ പലൊരു സിറ്റുവേഷനിൽ ഓക്കെ ഇതൊന്നും വേണ്ട, എനിക്ക് പറ്റുന്നതല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പുറകിലോട്ട് പോയ ഒരാളാണ് ഞാനും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നായിരുന്നു, അതെന്താ ബാക്കിയുള്ളവർക്ക് പറ്റുവാണെങ്കിൽ എനിക്കെന്താ പറ്റാത്തത് എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ട് വന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത് നിങ്ങൾക്ക് 320+ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് എടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലാതെ പേരിന് വേണ്ടിയിട്ട് ഈ കോഴ്സിലോട്ട് നിങ്ങൾ ആരും ജോയിൻ ചെയ്യണ്ട. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാനിതിൽ ഒരിക്കലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യത്തുമില്ല, അത് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടത്തുമില്ല. നിങ്ങൾക്ക് റാങ്ക് ആഗ്രഹിക്കുന്നവരാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ പഠിക്കാനൊക്കെ നിങ്ങൾ സന്നദ്ധരാണ്, നിങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇപ്പോൾ തന്നെ ക്രാഷ് കോഴ്സ് എടുത്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഇപ്പം നിങ്ങൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും പഠനപരമായിട്ടുള്ള ബയോളജി ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ നീറ്റ് എക്സാം വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും, എൻ്റെ പ്രാർത്ഥനയുണ്ടാവും. അതുപോലെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.